കുറച്ച് ജീരകം നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് ജീരകം നമുക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ടൈപ്പിൽ ജീരകം പൊടിച്ചിട്ടുണ്ട്. ഒന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്, ഒന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പിടിക്കാൻ ആവശ്യമായ പൊടി നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. നമുക്ക് ഈ പൊടി ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കാം. ഇനി തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ പതുക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ച ജീരകമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർക്കാം. ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ശരിക്കും പറ്റത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തിരുമ്മി വെച്ച തേങ്ങ ചേർക്കാം. നമുക്ക് തേങ്ങ എന്തോരം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. വെള്ളം തളിച്ച് ഇതൊന്ന് നനച്ചെടുക്കാം. തേങ്ങയ്ക്ക് നല്ല പാലുള്ള തേങ്ങ ആയതുകൊണ്ട് നല്ല എന്താ പറയുക, നല്ലൊരു നനവുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് പൊത്തി വയ്ക്കാം, തട്ടിപ്പൊത്തി വയ്ക്കാം. നമുക്കിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് വെളുത്തുള്ളി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ആ പൊടിച്ച് വെച്ച ജീരകത്തിലായിട്ട് വെളുത്തുള്ളിയും കൂടി നമുക്ക് അരച്ച് ചേർക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ചത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ച് വെച്ച, നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ച ജീരകം ഇതിനകത്തിട്ട് ചേർക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളമൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് നല്ല വെട്ടി തിളപ്പിക്കുക. നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാലെടുക്കുക. തേങ്ങ ഒന്ന് അരച്ച് അതിൻ്റെ പാല് എടുക്കുക. ഇനി നമുക്ക് ഈ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒന്നാം പാലെടുക്കുക. ഇനി നമുക്ക് രണ്ടാം പാല് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ച വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെള്ളം അരിച്ചെടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുക. നമുക്ക് ഈ വെള്ളം ഒഴിച്ച് പൊടി ഒന്ന് നനച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്, ഒഴിച്ച് തന്നെ നമുക്കിത് നനച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് രണ്ടാം പാൽ ഒഴിച്ച് തിളപ്പിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ അരിച്ചെടുത്ത ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ച് തിളപ്പിച്ച വെള്ളം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. കുറച്ച് പച്ച അരിപ്പൊടി തൂവി കൊടുക്കാം. ഇനി നമുക്ക് പിടി ഉരുട്ടാം.
പാലിലോട്ട് ശകലം പൊടി തൂവി കൊടുക്കാം. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തിളയ്ക്കുന്ന തേങ്ങാപ്പാലിലോട്ട് പിടിയിട്ട് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഇടയ്ക്കൊന്നും ഇതാക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും. ലേശം ഉപ്പ് കുറവുണ്ട്, കുറച്ച് നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 പാൽ ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് പതുക്കെ തിളച്ചപ്പോൾ നമുക്ക് ഇതിന് തീ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.